إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അൽ കബായിർ വൻപാപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബകളിൽ നാം സംസാരിച്ചു വന്നത്. അതിൽ 9ാമത്തെ കാര്യമായി വിശദീകരിക്കാനുള്ളത് മാതാപിതാക്കളോട് മക്കൾ കാണിക്കുന്ന അനുസരണക്കേടും ധിക്കാരവും. ഇതിന് ഹദീസുകളിൽ വന്നിട്ടുള്ള വാക്ക് ഉഖൂഖ് എന്നാണ്. ഐന് ഖാഫ് ഉഖൂഖ്. അഖ എന്ന വാക്കിന്റെ അർത്ഥം ബന്ധം വിച്ഛേദിക്കുക, ബന്ധം മുറിച്ചു കളയുക എന്നാണ്. പണ്ഡിതന്മാർ എന്താണ് ഉഖൂഖുൽ വാലിദൈൻ, സാധാരണ മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉഖൂഖ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് വെറുപ്പ്, അതുപോലെ തന്നെ നീരസം പ്രകടിപ്പിക്കുക, അവരുടെ കൽപ്പനകൾ, അതായത് മതപരമായ കാര്യങ്ങളിൽപ്പെട്ട വിഷയങ്ങളോ അതുപോലെ ഇനി മതത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളോ ഇത് കൽപ്പിച്ചാൽ അനുസരിക്കേണ്ടതാണ്. എന്നാൽ അത്തരം വിഷയങ്ങൾ അനുസരിക്കാതിരിക്കുകയും അവരോട് ധിക്കാരം പ്രവർത്തിക്കുകയും മോശമായ വെറുപ്പുളവാക്കുന്ന, മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ കരയിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാക്കുന്ന സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ഇപ്പൊ എല്ലാവരും പെട്ടു. ഇങ്ങനെ എന്തുണ്ടായാലും അതൊക്കെ മാതാപിതാക്കളോടുള്ള ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കുക അല്ലെങ്കിൽ അവരോട് എതിരായി പെരുമാറുക എന്ന് പറയുന്ന വിഷയത്തിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. മക്കളെ ഇഷ്ടപ്പെടുക, മക്കൾക്ക് വേണ്ടി ജീവിക്കുക, തന്റെ ജീവൻ തന്നെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നാൽ ചെലവഴിക്കുക, തന്റെ സമ്പാദ്യം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുക, ഇതൊക്കെ ജന്മന മാതാപിതാക്കളുടെ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ഒരു വികാരമാണ്, കാരുണ്യമാണ്. ഇത് നാം വിശദീകരിച്ച് പറയേണ്ട കാര്യമല്ല. ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഒരു വിത്ത്, ഒരു ധാന്യമണി, നെല്ലോ ഗോതമ്പോ പയറോ എന്താകട്ടെ, ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ ആ വിത്തിനുള്ളിൽ നിന്ന് ചെറിയ അതിന്റെ ഒരു ഭാഗമാണ് മുളയായി വന്ന് അത് ചെടിയായി മാറുന്നത്. ഇത് മുളച്ചു വരുമ്പോഴേക്ക് ആ വിത്തിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഈ ചെടി വലിച്ചെടുക്കുന്നു. വളർന്നു വരുന്ന ചെടി അവസാനം ബാക്കിയാകുന്നത് അതിന്റെ തോട് മാത്രമാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഒരു മുട്ട, കോഴിമുട്ടയോ താറാമുട്ടയോ ഒരു പക്ഷിമുട്ട, അത് വിരിഞ്ഞ് ഒരു കുഞ്ഞായി വരുമ്പോഴേക്ക് അതിന്റെ ഉള്ളിലുള്ള അതിന്റെ വെള്ളയും മഞ്ഞക്കരുവും എല്ലാം ഈ പക്ഷിക്കുഞ്ഞ് ആഹാരമാക്കി ഉപയോഗിക്കുന്നു. അതൊരു ജീവിയായി വളർന്നു വരുന്നു. അവസാനം ബാക്കിയാകുന്നത് ഈ മുട്ടയുടെ തോട് മാത്രമാണ്. ഇത് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ജീവനുള്ളവയുടെയും ജീവനില്ലാത്ത ചെടികളിലും കാണുന്ന ഒരവസ്ഥയാണ്. അതായത് അതിന്റെ ആ വിത്തും ഈ മുട്ടയും തന്റെ മക്കളെ പോറ്റിയെടുക്കാൻ വേണ്ടി നശിച്ചു തീരുന്നു എന്നതാണ്. അങ്ങനെ നശിച്ചു തീരുന്നില്ലെങ്കിലും തന്റെ ചൂട് നൽകേണ്ടടുത്ത് ചൂട് നൽകി, കുളിര് നൽകേണ്ടടുത്ത് കുളിര് കൊടുത്ത്, സമ്പത്ത് കൊടുക്കേണ്ടടുത്ത് സമ്പത്ത് കൊടുത്ത്, ഉറക്കമൊഴിച്ച്, വെയിലുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച്, മക്കൾക്ക് വേണ്ടി ജീവിച്ച് വാടി തളർന്ന്, അതുപോലെ തന്റെ പേശിയും അവന്റെ എല്ലാ ഊർജവും വരണ്ട് വിയർപ്പുറ്റി, അണ്ണാക്കിൽ വെള്ളം പറ്റി, കണ്ണ് അതിന്റെ കുഴിയിലേക്ക് ഉള്ളോട്ടിറങ്ങിപ്പോയി, നാവി ഇളക്കാൻ ഉമിനീരില്ലാത്ത അവസ്ഥയിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്തവനായി വളഞ്ഞു ചുരുണ്ട് ഉണങ്ങിപ്പോകുന്ന മനുഷ്യൻ. ഇതാർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോഴും ഈ മാതാപിതാക്കൾ താൻ ഇത്രയൊക്കെ അധ്വാനിച്ചാലും വിഷമിച്ചാലും പ്രയാസം സഹിച്ചാലും പ്രയാസം സഹിച്ചുകൊണ്ടിരുന്നാലും അപ്പോഴും മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. വെയിൽ കൊള്ളുന്നു, മഴ കൊള്ളുന്നു, രാപ്പകൽ അധ്വാനിക്കുന്നു, ഊണും ഉറക്കവുമില്ലാതെ ജോലി ചെയ്യുന്നു, താൻ പട്ടിണി കിടന്നാലും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, താൻ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നൽകിയിട്ടുള്ള മക്കളോടുള്ള അലിവിന്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്നേഹപ്രകടനവും കാരുണ്യവും അലിവും വിനയവും കൃപയും കാരുണ്യവുമൊക്കെ മനുഷ്യ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും മക്കളിൽ നിന്ന് ഈ ഒരു കാരുണ്യം തിരിച്ചു കൊടുക്കുക എന്നത് പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നതാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മളിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. പുറത്തു പറയാത്ത ഒരുപാട് പ്രയാസങ്ങൾ ഇത് കേൾക്കുന്ന
പലരുടെയും മനസ്സിൽ അവരുടെ മക്കളിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ടാകാം. അത് മറ്റൊരു വശമാണ്. മാതാപിതാക്കൾ എന്തർഹിക്കുന്നുവോ അതവർക്ക് കിട്ടാതിരിക്കുക, മാതാപിതാക്കളോട് ധിക്കാരവും എതിരും അവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്നതിന്റെ ഗൗരവം മാത്രമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്സി വാലിദുൻ വാലിദ, ഒരു കുട്ടിയും ഒരു വലത് തന്നാൽ ആണും പെണ്ണും പെട്ടു, ഒരു സന്താനവും ഒരു ജന്മം നൽകിയവനും, അത് ബാപ്പക്കും പറയാം ഉമ്മക്കും പറയാം, അപ്പൊ ഒരു കുട്ടിയും ഒരു പിതാവിനും ഒരു പ്രതിഫലവും നൽകാൻ കഴിയില്ല. കാരണം മനുഷ്യന് പ്രതിഫലം കൊടുക്കാൻ കഴിയുന്നതിലപ്പുറം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, ചെലവഴിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇല്ലാ അൻ യജിദഹു മംലൂകൻ ഫയസ്തരിയഹു ഫയുതിഖഹു, തന്റെ മാതാവ് അല്ലെങ്കിൽ തന്റെ മാതാവിനെ ഒരു അടിമയായി കാണുന്നു. എന്റെ ബാപ്പ അടിമയായി, എന്റെ ഉമ്മ അടിമയായി, എന്നിട്ട് ഈ മകൻ അല്ലെങ്കിൽ മകൾ അധ്വാനിച്ചുണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് അടിമയായി തീർന്ന തന്റെ മാതാപിതാക്കളെ പണം കൊടുത്ത് മോചിപ്പിച്ചാലല്ലാതെ, അങ്ങനെ വന്നാൽ എന്നെ പോറ്റി വളർത്തിയ ബാപ്പക്ക് ഉമ്മക്ക് ഞാൻ പ്രതിഫലം നൽകി എന്ന് പറയാം. അതല്ലെങ്കിൽ പറയാൻ കഴിയില്ല, ഒരു പ്രതിഫലവും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അടിമത്വത്തിൽ നിന്ന് മാതാപിതാക്കളെ മോചിപ്പിക്കുക എന്നത് മാത്രമാണ് ദുനിയാവിൽ മക്കൾക്ക് മാതാപിതാക്കൾ നൽകാനുള്ള ഒരു പ്രതിഫലം എന്ന് പറയുന്നത്. ഇത് നബി പറഞ്ഞതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല, അടിമകളില്ല, അടിമത്വമില്ല, അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അവർ ഇങ്ങോട്ട് എങ്ങനെ ചെയ്തുവോ അതിനേക്കാൾ ഗുണകരമായി അവർക്ക് അങ്ങോട്ട് അവരെ പരിപാലിക്കുക, സ്നേഹിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യത, എന്നിലുള്ള കടമ, അത് മറന്നുപോയി പലപ്പോഴും മനുഷ്യൻ വളരെ അറപ്പുള്ള ഒരു അന്യ മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത വാക്കും പെരുമാറ്റവും പ്രവൃത്തിയും, ഇനി വാക്ക് വേണ്ട പ്രവൃത്തി വേണ്ട, മകളുടെ ബാപ്പക്ക് ഉമ്മക്ക് നേർക്കുള്ള ഒരു നോട്ടം മതി ബാപ്പയും ഉമ്മയും വശിപ്പിക്കാൻ. ഒരു നോട്ടം, ഒരു വിളി കേൾക്കാതിരിക്കൽ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കൽ, ഒരാവശ്യം നിറവേറ്റി കൊടുക്കാതിരിക്കൽ, ഇതൊക്കെ മാതാപിതാക്കളോട് മക്കൾ കാണിക്കുന്ന അക്രമമാണ്, അന്യായമാണ്, വലിയ പാപമായി അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിപ്പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളും പരിശോധിച്ചാൽ ഇത് വലിയ വൻപാപങ്ങളിൽപ്പെട്ട വിഷയമായി. ഞാൻ ഈ 9ാമത്തെ വിഷയം എന്ന് പറയുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 3 ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും 1, 2, 3 എന്ന നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ താഴോട്ടുള്ളത് ആ 3 കഴിഞ്ഞിട്ടുള്ളത് ഏതാണ് വലുത് ചെറുത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാലും 10 കാര്യങ്ങൾ മൊത്തത്തിൽ പ്രധാനപ്പെട്ടത് പറഞ്ഞു. അതിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ മാതാപിതാക്കളോടുള്ള ഇത്തരം ധിക്കാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് അൽ കബായിർ എന്ന് ചോദിക്കപ്പെട്ട ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1ാമത്തെ മറുപടി അല്ലാഹുവിൽ പങ്കുചേർക്കൽ, 2ാമത്തേത് ഉഖൂഖുൽ വാലിദൈൻ. ഇവിടെ നബി 2ാമതായി എണ്ണിയത് മാതാപിതാക്കളോട് അനുസരണക്കേടും ധിക്കാരവും കാണിക്കുക എന്നതാണ്. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇതേ കാര്യം പറയുന്നത് കാണാം. ഇതിന്റെ ശേഷം 2 കാര്യം കൂടി പറയുന്നുണ്ട്. ഒന്ന് കള്ളസാക്ഷ്യമാണ്, ചില ഹദീസിൽ 4 കാര്യം കാണാം. ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ നബി ചാരിയിരിക്കുകയായിരുന്നു, എന്നിട്ട് ഇങ്ങനെ നേരെ ഇരുന്നു. അപ്പൊ ചാരി ഇരുന്നിടത്ത് നേരെ ഇരിക്കുന്നത് എന്താ? ഒന്നുകൂടി ഗൗരവത്തിൽ പറയാനാണ്. നേരെ ഇരുന്നിട്ട് നബി ഈ വാക്ക് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇത് അൽ ഖബായിർ, വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുൽ പങ്കുചേർക്കലാണ്, 2 മാതാപിതാക്കളോട് എതിരായ കാര്യങ്ങൾ ധിക്കാരം പ്രവർത്തിക്കലാണ്, പിന്നെ കള്ളസാക്ഷ്യം പറയലാണ്. ഇത് ആവർത്തിച്ച് നിർത്താതെ പറയാൻ. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറയാൻ, ഹത്താ ഖുൽനാ ലൈതഹു സകത്. നബി ഇത് ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ട് അതിന്റെ ഗൗരവം കാരണത്താൽ ഞങ്ങൾ വിചാരിച്ചു പോയി നബി ഒന്ന് മിണ്ടാതിരുന്നാൽ എത്ര നന്നായിരുന്നു എന്ന്. നബി ഒന്ന് നിർത്തിയാൽ, ഈ സംസാരം ഒന്ന് നിർത്തിയാൽ നന്നായിരുന്നു. അത്രക്കവർക്ക് മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. എന്നാൽ നോക്കൂ, നമ്മളൊക്കെ മാതാപിതാക്കളാണ്, അതോടൊപ്പം നമ്മളൊക്കെ മകനും മകളുമാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ഏത് നിലയ്ക്ക് പെരുമാറുന്നു? ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്നുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു ചീത്ത. ചില മക്കൾ പാപ്പയെ വിളിക്കുന്നത് തന്തേ എന്നാണ്. വെറുതെ പറഞ്ഞല്ല, നമ്മളൊക്കെ പരിസരത്ത് നമ്മൾ കേൾക്കുന്നു, കുടുംബങ്ങളിൽ കേൾക്കുന്നു. ഉമ്മേ എന്ന് വിളിക്കേണ്ടടുത്ത് എടി തള്ളേ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ ഈ പറയുന്ന ഗൗരവപ്പെട്ട ഉഖൂഖുൽ വാലിദൈൻ എന്ന് പറയുന്ന വിഷയത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് കബായിർ എന്ന് നബി പറയാൻ. ശത്മുർ റജുലി വാലിദൈഹി, ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്ന് പറയുന്നത്
അത് ഉഖൂഖുൽ വാലിദൈനിൽ പെട്ടതാണ്. എന്താ ചീത്ത? എടിയെന്ന് വിളിക്കലും, എട എന്ന് വിളിക്കലും, എട തന്ത എന്ന് വിളിക്കലും, എടി തള്ള എന്ന് വിളിക്കലും, അതിനപ്പുറം അറപ്പുള്ള വാക്കുകൾ, തമ്മാടികളായ ആളുകൾ അങ്ങാടികളിൽ പറയുന്ന വാക്കിനപ്പുറത്തുള്ള പുലഭ്യങ്ങളും സംസാരങ്ങളും പദപ്രയോഗങ്ങളും രൂക്ഷമായ ശൈലിയും കണ്ണുരുട്ടിയുള്ള സംസാരവും വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്തു നോക്കിയുള്ള വിരല് ചൂണ്ടിയുള്ള സംസാരങ്ങൾ, ഇത്തരം വാക്കുകൾ ഒരു വാക്കാണെങ്കിൽ പോലും അതാണ് ഖുർആൻ ഉപയോഗിച്ചത്. വലാ തഖുൽ ലഹുമാ ഉഫിൻ. ഉഫ് എന്ന് പറഞ്ഞാൽ അത്തലജ്ജുർ, അത്തകറുഹ്, വെറുപ്പ്, നീരസം, അതിനുള്ള വാക്കാണ്. അതിനൊരു പ്രത്യേകമായ പദമില്ല. മാതാപിതാക്കൾക്കോട് വെറുപ്പ് തോന്നുന്ന, അവർക്കറപ്പ് തോന്നുന്ന, അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരക്ഷരമോ രണ്ടക്ഷരമോ ഉണ്ടായാൽ മതി, അതുപോലും നീ അവരോട് പറയരുതെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണവും അതാണ്. ആ മാതാപിതാക്കളെ ചീത്ത പറയുക. അപ്പൊ നേർക്കുനേരെ ചീത്ത പറയും. അപ്പൊ സഹാബികൾ ചോദിച്ചു, ആരാണ് നബിയെ മാതാപിതാക്കളെ ചീത്ത പറയുക, അങ്ങനെ ഉണ്ടാകുമോ? അപ്പൊ നബി വിശദീകരിച്ചു കൊടുത്തു, ഒരുത്തൻ മറ്റൊരുത്തന്റെ ബാപ്പക്ക് പറയുന്നു, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഉമ്മക്ക് പറയുന്നു, നിന്റെ ബാപ്പ നിന്റെ ഉമ്മ എന്ന് പറയുന്നു. അപ്പോ ആ കേട്ടവൻ തിരിച്ചിങ്ങോട്ട് പറഞ്ഞവന്റെ ബാപ്പക്ക് തിരിച്ചു വിളിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മയെ പറയുന്നു. അപ്പൊ എന്തായി? ഈ ഉമ്മയും ബാപ്പയുമാണ് പറഞ്ഞവന്റെ. ഇപ്പൊ ഞാനാണ് പറഞ്ഞതെങ്കിൽ എന്നെ മറ്റവൻ തിരിച്ചു വിളിക്കുമ്പോൾ അവൻ തിരിച്ചാക്ഷേപിക്കുന്നത് എന്റെ ബാപ്പയെയാണ്, ഉമ്മയെയാണ്. അപ്പൊ എന്റെ ബാപ്പയും ഉമ്മയും ഇവിടെ ആക്ഷേപിക്കപ്പെടുന്നു. ഈ ആക്ഷേപത്തിന് കാരണക്കാരനാരാ? ഞാനാണ്. ഞാൻ മറ്റവന്റെ ബാപ്പയെ ഉമ്മയെ ചീത്ത പറഞ്ഞു, അപ്പൊ അവൻ എന്റെ ബാപ്പയും ഉമ്മയെ ചീത്ത പറഞ്ഞു. അവിടെ ഞാൻ എന്റെ ബാപ്പയും ഉമ്മയെ ആക്ഷേപിക്കപ്പെടുന്നു. അപ്പൊ എന്റെ ബാപ്പയെയും ഉമ്മയെയും ഞാൻ ആക്ഷേപിച്ചു എന്നാണ്. അപ്പൊ നബി വിശദീകരിച്ചു കൊടുത്തത് നേർക്കുനേരെ ബാപ്പയെയും ഉമ്മയെയും ചീത്ത പറയുന്നതിനെ അല്ല. ഇവൻ കാരണമായി മാതാപിതാക്കൾ ചീത്ത പറയപ്പെട്ടാൽ, അവരാക്ഷേപിക്കപ്പെട്ടാൽ അത് സ്വന്തം ബാപ്പക്കും ഉമ്മക്കും ചീത്ത പറയലാണ്, ആക്ഷേപിക്കലാണ്. അപ്പൊ കാരണക്കാരനായവനിലേക്ക് ചേർത്തുകൊണ്ട്, ആ മകനിലേക്ക് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചു എന്നതാണ്. ഇത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച 90 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മക്കളാണ്. ഈ മക്കളാകുന്ന നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടുള്ള ഇത്തരം പെരുമാറ്റങ്ങളും സംസാരങ്ങളും അത് മുഖേന നമുക്ക് തടയപ്പെടുന്ന നന്മകളും നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം നസായി ഉദ്ധരിച്ച ഹദീസ് കാണാം. 3 ആളുകൾ, 3 മാത്രമേ വിചാരിക്കേണ്ട, പല ഹദീസുകളിലും പല റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ പറയുന്ന വിഷയം, 3 ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവരിലേക്ക് നോക്കുകയില്ല. നമ്മളെ നോക്കൂല, പിന്നെ നമ്മൾ കഴിച്ചിലേ വിചാരിക്കേണ്ട. നോക്കുകയില്ല എന്നാൽ കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല. ഒന്നാമതായി പറയുന്നതാരാ? അൽ ആഖുലിൽ ലിവാലിദൈഹി. തന്റെ മാതാപിതാക്കളോട് നേരത്തെ പറഞ്ഞ രീതിയിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറുന്നവൻ, അവരുടെ ബാധ്യതകൾ നിർവഹിക്കാത്തവൻ, അവരുടെ അവകാശങ്ങൾ ചെയ്തു കൊടുക്കാത്തവൻ, പിന്നെ അവർക്കെതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ. രണ്ടാമത്തേത് ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണ്. മൂന്നാമത്തേത് സ്വന്തം കുടുംബത്തിൽ ഭാര്യയിൽ ഉണ്ടാകുന്ന വേശ്യാവൃത്തി എതിർക്കാതെ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഭർത്താവ്. ഈ 3 ആളുകളാണ്. അപ്പൊ നമ്മുടെ വിഷയം ഇവിടെ ഒന്നാമത് പറഞ്ഞ ഉഖൂഖുൽ വാലിദൈൻ എന്നതാണ്. അള്ളാഹു അവനെ കാരുണ്യത്തിന്റെ പരിഗണന കൊടുക്കുകയില്ല. ഇമാം നസായി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ ഇക്കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, 3 ആളുകൾ സ്വർഗത്തിൽ പോവുകയില്ല. ഒന്നാമത് എണ്ണിയതാരാ? അൽ ആഖു ലിവാലിദൈഹി. തന്റെ മാതാപിതാക്കളോട് അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന, പ്രവർത്തിക്കുന്ന ആളുകൾ എന്നതാണ് ഒന്നാമതായി എണ്ണിയിട്ടുള്ളത്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഷെയ്ഖ് അൽബാനി അതുപോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വൻപാപങ്ങൾ എന്ന് പറയുന്നത് 9 കാര്യങ്ങളാണ്. അത് എണ്ണി വന്നതിന് ശേഷം അദ്ദേഹം പറയാൻ, വബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖി. മാതാപിതാക്കളുടെ കരച്ചിൽ അത് ഉഖൂഖിൽപ്പെട്ടതാണ്. നമ്മുടെ ഒരു വാക്കുകൊണ്ട്, ഒരു പെരുമാറ്റം കൊണ്ട്, അല്ല ഒരു മൗനം കൊണ്ട് ബാപ്പയോ ഉമ്മയോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലിന്റെ കാരണക്കാരൻ ഞാനോ നിങ്ങളോ ആണെങ്കിൽ നമ്മൾ മാതാപിതാക്കളോട് ഉഖൂഖ് കാണിച്ചിരിക്കുന്നു എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ എണ്ണി പറയുന്നത്. നമ്മൾ കാരണമായി ഒരിക്കൽ ഉമ്മയുടെ വാപ്പയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ, ഒന്ന് വിങ്ങിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കൂ, എത്ര കടുത്ത ദ്രോഹമായിട്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ സ്വന്തം വാചകമായിക്കൊണ്ടല്ല. ആ ഹദീസിന്റെ ആ വാക്കിന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ കാണാം, ആ ചോദിച്ച ആളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചോദിച്ചു, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ, പിതാവ് ജീവിച്ചിട്ടുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ആണ് സത്യവും, ലൗ അലന്ത ലഹൽ കലാം. ഈ ജീവിച്ചിരിപ്പുള്ള ഉമ്മയോട് നിന്റെ സംസാരത്തെ നീ ഒന്ന് മയപ്പെടുത്തുകയാണെങ്കിൽ, ഉമ്മക്ക് ഭക്ഷണം നീ നൽകുകയാണെങ്കിൽ, ലതദ്ഖുലന്നൽ ജന്ന മജ്തനബ്തൽ കബായിർ,
നീ വൻപാപങ്ങൾ വെടിയുന്ന കാലമത്രയും നീ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പൊ വലിയ പാപങ്ങൾ ചെയ്യാതിരുന്നാൽ മാതാപിതാക്കളോട് നല്ല വാക്ക് പറയുക, ഭക്ഷണം കൊടുക്കുക, എങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. ഇതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാരണമായി, അത് വാക്കായാലും പ്രവൃത്തിയായാലും നോട്ടമായാലും മൗനമായാലും ഒരു വിളിക്ക് ഉത്തരം കൊടുക്കാതിരുന്നതായാലും അത് മുഖേന നമ്മുടെ ഉമ്മയോ ബാപ്പയോ കരഞ്ഞിട്ടുണ്ടോ, നമ്മൾ അതിന് കാരണക്കാരായിട്ടുണ്ടോ? അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ മാതാപിതാക്കൾ എന്നെയും നിങ്ങളെയും എങ്ങനെയാണ് പോറ്റി വളർത്തിയത് എന്നാണ്. നമ്മുടെ ഏതൊരു വിളിക്കാണ് അവർ ഉത്തരം നൽകാതിരുന്നത്? എന്താവശ്യമാണ് അവർ നിറവേറ്റി തരാതിരുന്നത്? എന്ത് സ്നേഹമാണ് അവർ നമുക്ക് തടഞ്ഞത്? ഒന്നുമില്ല. അവരുടെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് അവരുടെ ഒരാവശ്യം, ഒരു വിളി, ഒരു ഫോൺ എടുക്കാൻ, അല്ലെങ്കിൽ വിളിച്ചാലൊന്ന് ചെല്ലാൻ, അല്ലെങ്കിൽ ഒന്ന് പോയി കാണാൻ, ഒന്നിരുന്ന് പുഞ്ചിരിയോടെ സംസാരിക്കാൻ, ഇതിന് നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ അതൊക്കെ അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഭാര്യയെ ദിവസം വിളിക്കുന്നു, ഗൾഫിൽ പോയവൻ മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യുന്നു. പക്ഷേ അതേ നേരത്ത് ഒരു മിനിറ്റ് ഒന്നും ഉമ്മയോട് സംസാരിക്കാത്ത എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. എത്രയെത്ര മാതാപിതാക്കൾ പരിതപിക്കുന്നു. നല്ല നല്ല സൽക്കാരങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ അതിൽ മാതാപിതാക്കൾ പരിഗണിക്കപ്പെടുന്നില്ല. അവര് അപ്പുറത്താണ് ജീവിക്കുന്നതെങ്കിൽ വിളിക്കുന്നില്ല. മാതാപിതാക്കൾ ഒറ്റക്കാണ് താമസം. അവരുടെ കൂടെ ജീവിക്കേണ്ട സാഹചര്യം വരുമ്പോ അവരുടെ കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ അവരെ കൂടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ പരിപാലിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ ഒരവസ്ഥയാണ്. ഒരു പെണ്ണ് പ്രാർത്ഥിച്ച ഒരു വയലിൽ ഒരു പ്രസംഗത്തിന്റെ അവസാനത്തിൽ പ്രസംഗിക്കുന്ന ആള് പ്രാർത്ഥിക്കുകയാണ്, സന്താനമില്ലാത്തവർക്ക് സന്താനത്തെ കൊടുക്കണമേ. ഈ പ്രാർത്ഥന കേട്ട ഒരു ഉമ്മയുടെ പ്രതികരണം, എന്തിനാണ് ഇയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? മക്കളില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രസവിച്ചു പോയതിൽ സങ്കടപ്പെടുകയാണ്. എന്തുകൊണ്ടാണത്? മക്കളുടെ പെരുമാറ്റമാണ്. അപ്പൊ അങ്ങനെ ഉമ്മമാർ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഉമ്മ പറ്റത്, അതിന്റെ പേരിൽ ഉമ്മ സങ്കടപ്പെടുന്നുവെങ്കിൽ ഈ കുട്ടിയിൽ നിന്ന് പാപ്പക്കും ഉമ്മക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്തോഷമല്ല, സന്താപമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ അത് ഈ പറഞ്ഞ സ്വർഗത്തെ തടയുന്ന ഉഖൂഖുൽ വാലിദൈനിൽപ്പെട്ട വിഷയമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അബൂദർദായിൽ ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറെ വസിയത്തുകളുണ്ട്. 8-9 വസിയത്തുകളിലെ കൂട്ടത്തിൽ 4-ാമത്തെ കാര്യമായി വഅതിഉ വാലിദൈക, നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക. വഇൻ അമറാക, നിന്റെ ബാപ്പയും ഉമ്മയും നിന്നോട് കൽപ്പിച്ചാൽ അൻ തഖ്റുജ മിൻ ദുനിയാക്, നീ ഈ ദുനിയാവിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് വേറെ അങ്ങോട്ടെങ്കിലും പോകണം എന്ന് നീ പറഞ്ഞാൽ ഫഖ്റുജ് ലഹുമാ, ബാപ്പക്കും ഉമ്മക്കും വേണ്ടി നീ പോകണം. അപ്പൊ പോകൂ എന്ന് പറഞ്ഞാൽ, ഈ നാട്ടിൽ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞാൽ പോകണം. അതുപോലും അങ്ങനെ ഒരവസ്ഥയുണ്ടായാൽ പോലും അതനുസരിക്കണമെന്ന് മാതാപിതാക്കളോടുള്ള അനുസരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് നടത്തിയ 9 വസിയത്തുകളിൽ 4-ാമത്തെ വസിയത്താണ്. എത്രത്തോളം കടപ്പെട്ടിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെയും ഇസ്മായിലിനെയും മക്കത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു. 5 സന്ദർഭങ്ങളിൽ അതടക്കം ഇബ്രാഹിം നബി മക്കയിൽ പിന്നീട് വന്നിട്ടുണ്ട്. ഒരിക്കൽ വന്നു, ഇസ്മായിൽ വീട്ടിലില്ല, ഇസ്മായിലിന്റെ ഭാര്യയുണ്ട്. എവിടെ പോയി എന്ന് ചോദിച്ചു. ഭക്ഷണം തേടി പോയതാണ്. പക്ഷേ ഈ മരുമകൾ തന്റെ ഭർത്താവിന്റെ പാപ്പ മനസ്സിലായില്ല ആരാ വന്നെന്ന്. ഒരു വയസ്സായ മനുഷ്യൻ. അപ്പൊ ഭർത്താവ് എവിടെ പോയി എന്നാ ചോദ്യം. അപ്പോ എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോ ഒന്നുമില്ല, വെള്ളമില്ല, സംസം വെള്ളമുണ്ട്, പ്രയാസങ്ങളാണ്, ഭക്ഷണമില്ല, പഴവർഗ്ഗങ്ങളില്ല, ഭയങ്കര വിഷമത്തിലാണ്, ഇടുക്കത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, നിന്റെ ഭർത്താവ് തിരിച്ചു വന്നാൽ ഉമ്മറപ്പടി, അതായത് വാതിൽപ്പടി മാറ്റിവെക്കണം എന്നിവിടെ ഒരാൾ വന്നിരുന്നു, അയാൾ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഇത് ഒരു ഭാര്യന്റെ സ്ഥിതിയാണ്. അതിനൊഴിവാക്കി 2ാമത് കല്യാണം കഴിച്ചു. ഇത് നേരെ ഓപ്പോസിറ്റാണ്, നല്ല ഭാര്യയാണ്. അപ്പൊ ഞാൻ അതിലേക്ക് പോകല്ല. ഈ ആദ്യ ഭാര്യ. അപ്പൊ ഇസ്മായിൽ വന്നു, ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരു വയസ്സായ മനുഷ്യൻ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിച്ചു, ഞാൻ ഇന്നത് പറഞ്ഞു, അയാൾ ഇന്ന ഉപദേശം തന്നു പോയിട്ടുണ്ട്. ഇസ്മായിലിന് മനസ്സിലായി വന്നതെന്റെ ബാപ്പ ഇബ്രാഹിമാണ്. ആ ബാപ്പ ഉപദേശിച്ചത് ഈ ഭാര്യയെ തലാക്ക് ചെല്ലാനാണ്. ഇവൾ എനിക്ക് പറ്റിയ ഭാര്യയല്ല. ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എന്റെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് പൗരാവകാശമുണ്ട്, എന്ത് ബാപ്പ പറഞ്ഞത് എന്തിന് ഞാൻ കേൾക്കണം എന്നല്ല. ബാപ്പയുടെ ഉപദേശം കേട്ട് ഇസ്മായിൽ തന്റെ ഭാര്യയെ തലാക്കിയില്ല. ഹദീസിലുള്ളതാണ്. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ നബി പറയുന്നത്. ഈ ദുനിയാവിൽ നിന്ന് പോകൂ, പുറത്തു പോയിക്കോ, വേറെ സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ പോലും നീ മാതാപിതാക്കളെ അനുസരിക്കണം. നോക്കൂ, അത്ര ഒരു വാക്ക് ഒരു ബാപ്പയും ഉമ്മയും പറയില്ല. എന്നാൽ പോലും നമുക്കനുസരിക്കാവുന്ന, നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന കടമകളാണെങ്കിൽ പോലും നമ്മൾ നിറവേറ്റാറുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുക. പൂർവ്വകാല സമുദായങ്ങളിലുണ്ടായ ഒരു സന്യാസിയുടെയും ഒരു വേശ്യപ്പെണ്ണിന്റെയും കഥ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും.
ഞാൻ ചുരുക്കി മാത്രം പറയാം. ജുറൈജ് എന്ന് പറയുന്ന ഒരു സന്യാസിയായ മനുഷ്യൻ, ആരാധിച്ച് മഠത്തിൽ ആരാധിച്ച് അള്ളാഹുവിന് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വരുന്നു, മകനെ വിളിക്കുന്നു, ജുറൈജ് എന്ന് വിളിക്കുന്നു. മകൻ മനസ്സിലാലോചിക്കുന്നു, ഞാൻ നമസ്കാരത്തിലാണ്. അപ്പുറത്തെന്റെ ഉമ്മയുണ്ട്. ആ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു ഉമ്മയുടെ വിളിക്കുത്തരം നൽകിയില്ല. ഉമ്മ തിരിച്ചുപോയി. 3 വട്ടം ഇതേ സംഭവം ആവർത്തിക്കുന്നു, 3 സന്ദർഭങ്ങളിൽ. 3ാമത്തെ തവണ വന്നു പോകുമ്പോ ഈ ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ തുരിയഹു വുജൂഹൽ മുമിസാത്ത്. വേശ്യകളായ പെണ്ണുങ്ങളുടെ മുഖം ഇവനെ കാണിക്കാതെ അല്ലാഹുവേ ഇവനെ നീ മരിപ്പിക്കരുതേ. ആ ഉമ്മന്റെ പ്രാർത്ഥനയാണ്. നോക്കൂ എന്തിനാ പ്രാർത്ഥിച്ചത്. നമസ്കരിക്കുന്ന മകൻ നമസ്കാരത്തിൽ നിന്ന് വിട്ട് ഉമ്മയെ ശ്രദ്ധിച്ചില്ല. 3 വട്ടം വന്നിട്ടും അവിടെ നമസ്കാരമാണ് വലുത്, ഉമ്മയുടെ വിളിയാണ് വലുത്. നമ്മൾ പറയും നമസ്കാരമാണ് വലുത്. ഈ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ആ ഒരു വേശ്യയായ പെണ്ണ് ഈ സന്യാസിയെടുക്കൽ വന്നു, നിന്നെ എനിക്ക് വേണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം തയ്യാറായില്ല വേശ്യാവൃത്തിക്ക്. പിന്നെ ആ പെണ്ണ് പറഞ്ഞു, അവനെ ഞാൻ ഫിത്നയിലാക്കിക്കൊള്ളാം. അവൾ വേറൊരു ആറ്റടെ എന്റെ അടുക്കൽ പോയി അവനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു, വേശ്യാവൃത്തിയിലേർപ്പെട്ടു. അവൾ ഗർഭം ധരിച്ചു, പ്രസവിച്ചു. ഈ പെണ്ണ് പറഞ്ഞു, ഈ കുട്ടിയുടെ ബാപ്പ ഈ ജുറൈജ് എന്ന സന്യാസിയാണ്. ആളുകളൊന്നായി തടിച്ചുകൂടി അദ്ദേഹത്തിന് ചെന്ന് സമീപിച്ചു. അദ്ദേഹത്തിന്റെ മഠം പൊളിച്ചു, അദ്ദേഹത്തെ മർദ്ദിച്ചു. അവസാനം അദ്ദേഹം ഈ 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് ഈ കുട്ടിയുടെ ചില ആളുകൾ വിശദീകരിച്ച് കാണാം, പൊക്കിളിന്റെ ഭാഗത്ത് വിരല് കൊണ്ടൊന്ന് കുത്തി. ഞാൻ ഈ വായിക്കുന്ന ഈ ഹദീസിൽ, ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, അതിലതില്ല. ഇനി വേറെ റിപ്പോർട്ടിലും എനിക്കറിയില്ല, അതുകൊണ്ടായിരിക്കാം പണ്ഡിതന്മാരെ എഴുതിയത്. അദ്ദേഹം ഈ കുട്ടിയോട്, മുല കുടിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, നിന്റെ ബാപ്പയാരാണ്? ചെറുപ്പത്തിൽ തൊട്ടിലിൽ സംസാരിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ ഈസാ നബിയെ പോലെ എണ്ണപ്പെടുന്നതാണ് ഈ കുട്ടി. ആ കുട്ടി പറഞ്ഞു, എന്റെ ബാപ്പ ഇന്നാലിന്ന ആട്ടിടയനാണ്. അപ്പോ മഠം പൊളിച്ച് അദ്ദേഹത്തെ ദ്രോഹിച്ച വ്യഭിചാരി എന്ന് കുറ്റപ്പെടുത്തിയ നാട്ടുകാർക്ക് സംഗതി മനസ്സിലായി. അവര് പറഞ്ഞു, നിന്റെ മഠം ഞങ്ങൾ തയ്യാറാക്കി തരാം. അവർ 2ാമതുണ്ടാക്കി കൊടുത്തു. ഇയാള് നിരപരാധിത്വം ബോധ്യപ്പെട്ടു. പക്ഷേ ഈ ഉമ്മയുടെ പ്രാർത്ഥന മൂലമാണ് വേശ്യയുടെ പെണ്ണുങ്ങളെ കാണിക്കാതെ ഇവനെ നീ മരിപ്പിക്കരുത്. വേശ്യപ്പെണ്ണാണ് ചെന്നത്, അദ്ദേഹം വഴങ്ങിയില്ല. പക്ഷേ വേറെ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിട്ട് ഇയാൾ അപമാനിച്ചു. അപ്പോൾ അദ്ദേഹം ദുനിയാവിൽ അപമാനിക്കപ്പെട്ടു. ഇത് ആലോചിച്ച് നോക്കൂ. ഉമ്മക്ക് വെള്ളം കൊടുക്കാത്തതിനല്ല, ഭക്ഷണം കൊടുക്കാത്തതിനല്ല, ചികിത്സിക്കാത്തതിനല്ല, ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിനല്ല, ഈ കറണ്ട് ബില്ലൊന്ന് അടക്കൂ, ഈ ഫോൺ ബില്ല് അടക്കൂ, എന്റെ ഫോണിലൊന്ന് റീചാർജ് ചെയ്തു തരൂ എന്ന് പറഞ്ഞത് കേൾക്കാത്തതിനല്ല, നമസ്കാരത്തിൽ നിന്ന് വിട്ട് ഉമ്മയുടെ വിളി കേൾക്കാത്തതിനാണ് ഈ പ്രാർത്ഥന. അതിനാണ് ഈ ഒരു വേശ്യയെ കൊണ്ട് മാനം കെടുത്തിയത്, അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചത്. അപ്പൊ സഹോദരന്മാരെ, നമ്മളൊക്കെ ആലോചിക്കണം. ഒരു അത്യാവശ്യ വിഷയത്തിൽ പോലും നമ്മൾ അവരെ അനുസരിക്കുന്നില്ല, ധിക്കാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു കുടുംബത്തിൽ കലഹമുണ്ടായാൽ അവിടെ കുടുംബത്തിൽ ദാരിദ്ര്യമാണ്, അതുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്. ഒരു അറബി ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 10 മക്കളെ പോറ്റി വളർത്തിയ ഒരു ബാപ്പ, അധ്വാനിച്ച് എല്ലും തൊലിയുമായി അങ്ങനെ ഉണങ്ങി വരണ്ട ഒരു മനുഷ്യൻ 10 മക്കളെ പോറ്റി വളർത്തി. മൂത്ത മകൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. അവൻ ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടു, മയക്കുമരുന്നും ലഹരിയുമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അവനെ ബാപ്പ ഉപദേശിച്ചു. ആ ബാപ്പ സയൻസുമായി ബന്ധപ്പെട്ട, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്ന ഈ കുട്ടി, അവൻ ലാബിൽ നിന്ന് ചില പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് ഈ 10 മക്കളെയും പോറ്റി വളർത്തിയ മൂത്ത 1ാമത്തെ മകന്റെ മേൽ അവന്റെ മാംസം ഉരുകിപ്പോകുന്ന ആസിഡ് പോലുള്ള സാധനം ഒഴിച്ചു. ആ പാപ്പ മരിച്ചു. ആളുകൾ എന്താ പറയാ, ആ വീട്ടിൽ പട്ടിണിയാണ്, പട്ടിണി കൊണ്ടാണ് പാപ്പ മരിച്ചത്, അല്ലെങ്കിൽ പാപ്പയെ കൊന്നത്. എന്നാൽ അദ്ദേഹം തന്നെ വേറെ കഥ വിശദീകരിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നത നിലയിലെത്തിയ പാപ്പയും ഉമ്മയും. അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ആ ഡിഗ്രിക്ക് അപ്പുറത്തന്നെ ഒരു ഡിഗ്രി ഇല്ല. അങ്ങനെയുള്ള പദവി നേടിയ ഉമ്മ അധ്യാപികയാണ്. തന്റെ മകനെ പഠിപ്പിക്കുന്നു. മകൻ വലുതായി, മകൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു. ഈ ഉമ്മ പറയുന്നു മകനോട്, ഇത് നിനക്ക് പറ്റിയതല്ല, ആ പെണ്ണിനെ നീ ഒഴിവാക്കണം. ഇത്രയും പോറ്റി വളർത്തിയ സമ്പന്നമായ കുടുംബത്തിലെ അവിടെ ദാരിദ്ര്യമല്ല പ്രശ്നം, ബോധമില്ലായ്മയാണ്. ഈ ഉമ്മയെ അടുക്കളയിൽ പോയി ഒരു ഉപകരണം കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുന്നു. ഇത് നമ്മുടെ നാട്ടിലെ അറബ് രാജ്യത്തുണ്ടായ സംഭവമാണ്. സമാനമായ ഒരുപാട് കൊലപാതകങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഈ അടുത്ത ദിവസവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദാരിദ്ര്യമുള്ള കുടുംബമെന്നോ സമ്പന്നമായ കുടുംബമെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടിലും നടക്കാം. മകൻ പ്രേമിക്കുന്നു, മകൾ പ്രേമിക്കുന്നു, മാതാപിതാക്കൾ പറയുന്നു, അത് പാടില്ല മോനെ, അത് നീ ചെയ്യരുത്, നിനക്ക് പറ്റിയ പെണ്ണല്ല, നിനക്ക് പറ്റിയ ആണല്ല എന്ന് പറഞ്ഞാൽ മക്കളുടെ സംസാരം എന്താ? അത് എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ അവകാശമാണ്, നിങ്ങൾക്ക് അത് പറയാൻ എന്തവകാശം? എനിക്ക് പറ്റിയ പെണ്ണിനെ, ആണിനെ ഞാൻ തെരഞ്ഞെടുക്കുന്നു, അല്ലല്ലോ കെട്ടുന്നത്, നിങ്ങളെ അല്ലല്ലോ കെട്ടിക്കുന്നത്. ഇത് സാധാരണ വീടുകളിൽ നടക്കുന്ന സംസാരമാണ്. പക്ഷേ
ഇങ്ങനെ പോറ്റി വളർത്തിയ ഈ ബാപ്പയും ഉമ്മയും മകന്റെ മകളുടെ ഈ ധിക്കാരപരമായ സംസാരം കൊണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഈ ഉഖൂഖുൽ വാലിദൈൻ എന്ന് പറയുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ദുനിയാവിലെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പോലും സ്വീകരിക്കപ്പെടാതെ പോകുമെന്ന് പല ഹദീസുകളിൽ നമുക്ക് കാണാം. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ആ സഹീഹായത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ആളുകളിൽ നിന്ന് സർഫോ അദ്ലോ സ്വീകരിക്കുകയില്ല. അതിന് പല വിശദീകരണങ്ങൾ നൽകപ്പെട്ടത് കാണാം. ഒരു പ്രായശ്ചിത്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ ഫർളോ സുന്നത്തോ പോലും എന്നവരെ അർത്ഥങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല. ഒന്നാമത് എണ്ണിയത് ആഖുൻ, മാതാപിതാക്കളോട് എതിരായി പ്രവർത്തിക്കുന്നവൻ, അവന്റെ അമല് സ്വീകരിക്കപ്പെടുകയില്ല. മാത്രമല്ല പലതിനും പകരം പരലോകത്താണ്. നമ്മൾ മലയാളത്തിൽ പറയും വരമ്പത്താണ് കൂലി. ഇവിടെ പ്രയോഗിക്കുന്നത് വരമ്പത്താണ് കൂലി. പണി ചെയ്താൽ പാടത്ത് പണിയെടുത്തവന് വരമ്പത്ത് കൂലി, ഉരുളക്കുപ്പേരി, ഇതൊക്കെ മലയാളത്തിലുള്ള പ്രയോഗങ്ങളാണ്. അപ്പോ വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കൂലി. അതാണ് അതിന്റെ ശരിയായ രീതി. വേറെ പോരുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. വരമ്പത്ത് ശിക്ഷ കിട്ടും. ഏതാ? മാതാപിതാക്കളോട് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തിയാൽ നേരത്തെ ജുറൈജിന്റെ കഥ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ദുനിയാവിൽ തന്നെ അല്ലാഹു മാതാപിതാക്കളെ ദ്രോഹിച്ചവന് പകരം ദ്രോഹിക്കാവുന്ന ഒരു സാഹചര്യം ഭൂമിയിലുണ്ടാക്കി പകരം വീട്ടുകയും ചെയ്യുമെന്നാണ് തബറാനി ഉദ്ധരിച്ച, ബുഖാരി അദ്ദേഹത്തിന്റെ താരീഖിൽ ഉദ്ധരിച്ച, ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹയിൽ ഉദ്ധരിച്ച ഒരു കാര്യം. ഇസ്നാൻ, 2 കാര്യങ്ങൾ. യജ്അലുഹുമല്ലാഹു ഫിദ്ദുനിയ, ആ 2 കാര്യങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ ഏർപ്പാടാക്കിയിരിക്കുന്നു. എന്താണ്? അൽ ബഗ്യു, അക്രമം. നമ്മൾ ഒരുത്തൻ ആക്രമിച്ചാൽ, ദ്രോഹിച്ചാൽ ദുനിയാവിൽ തന്നെ അതിന്റെ അനന്തര ഫലം ദ്രോഹിച്ചവൻ അനുഭവിക്കും. മുതലാളി തൊഴിലാളിയെ ദ്രോഹിച്ചാൽ, മുതലാളിയെ ദ്രോഹിച്ചാൽ, ശക്തൻ ദുർബലനെ ദ്രോഹിച്ചാൽ, അധികാരമുള്ളവൻ പ്രജയെ ദ്രോഹിച്ചാൽ, ആരാണെങ്കിലും ശരി, അൽ ബഗി. രണ്ടാമത് പറഞ്ഞത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കൾക്കുള്ള എതിരായ പ്രവർത്തനങ്ങൾ. അപ്പൊ ഒരുത്തൻ ബാപ്പയെയും ഉമ്മയെയും ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി ശകാരിച്ച് ചണ്ട കൂടി വളരുന്നുവെങ്കിൽ തന്റെ ആ ചണ്ട കാണിച്ചവന്റെ മകൻ ഈ ബാപ്പയുമായി തല്ലിടും. പ്രശ്നമുണ്ടാവും. ബാപ്പക്ക് കൊടുത്തത് മകന് തിരിച്ചു കിട്ടും എന്നർത്ഥം. ദുനിയാവ് തന്നെ കിട്ടും. ഇത് കഥയല്ല, നബിന്റെ വാക്കാണ്. ആലോചിച്ച് നോക്കുക, എത്ര ഗൗരവമാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ സ്ഥിരമായി ബാപ്പയും മാതാപിതാക്കൾക്കെതിരെ നടക്കുന്ന ശണ്ഠകൾ നടക്കുന്നിടത്ത് ഈ വളർന്നു വരുന്ന ബാപ്പയെ ദ്രോഹിച്ച മകന്റെ മകളുടെ മക്കൾ ഈ ബാപ്പക്കുമ്മക്കെതിരായിരിക്കും. ഇത് ദുനിയാവിലെ അവസ്ഥയാണ്. അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനമാണ്. ചിലത് ദുനിയാവിൽ തന്നെ, ബാക്കി പരലോകത്തും. അപ്പൊ ദുനിയാവിൽ തന്നെ അനുഭവിച്ചേ അടങ്ങുള്ളൂ എന്നതാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ചുറ്റുവട്ടത്ത് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇതുപോലെ കുടുംബത്തിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് മക്കളുടെ, അതായത് മരുമക്കൾ, മകന്റെ ഭാര്യ ഒരു കല്യാണം കഴിച്ചുകൊണ്ടെന്ന് മകന്റെ ഭാര്യ വരുമ്പോ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും. എന്താ? സ്വാഭാവികമാണ്. അപ്പൊ ചില മക്കൾ ഭാര്യന്റെ ഭാഗത്ത് നോക്കും. ഭാര്യയ്ക്ക് ചില അവകാശങ്ങളുണ്ട്, ബാപ്പക്ക് ചില അവകാശങ്ങളുണ്ട്, ഉമ്മക്ക് അതിലേറെ അവകാശങ്ങളുണ്ട്. ഇവർ 3 മകന് ബാധ്യതയുമുണ്ട്. ഇതിൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഒന്ന് ഉമ്മ, പിന്നെ ബാപ്പ, പിന്നെയാണ് ഭാര്യ. അപ്പോ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ബാപ്പയെയും ഉമ്മയെയും സങ്കടപ്പെടുത്തുക എന്ന നിലക്ക് പോയി ഒന്നുകിൽ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ ആട്ടിപ്പുറത്താക്കുക, അല്ലെങ്കിൽ ഇവരെ വിട്ട് മകനും ഭാര്യയും കൂടി വേറെ പോവുക. വിഷമിക്കുന്നതാരാ? മാതാവും പിതാവും. അപ്പോ ഭാര്യയുടെ പ്രവർത്തനം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ശരി, അതിനെ പരിഹരിക്കുകയും ബാപ്പയെയും ഉമ്മയെയും വെറുപ്പിച്ചുകൊണ്ടുള്ള ഭാര്യയുടെ തൃപ്തി ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. എന്നാൽ അതിലും ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് പലപ്പോഴും കാര്യങ്ങൾ പോകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഗൗരവപ്പെട്ട ഈ ആപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന യഥാർത്ഥ മക്കളായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയക്കുറവുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. അരമണിക്കൂറോടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഈ പറഞ്ഞു തന്നെ എമ്പാടുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നബിയുടെ ഇത്തരം ഉപദേശങ്ങൾ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ കേരളത്തിലൊക്കെ സ്കൂൾ പാഠപുസ്തകത്തിൽ വരെ അറബിയിൽ അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, അങ്ങനെ ആ ഒരു പദത്തിൽ ഒരു ഹദീസില്ല. പക്ഷെ ആ ആശയത്തിലുള്ള ഹദീസുകളുണ്ട്. ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം, ഉമ്മയുടെ കാലുകൾക്കടുത്താകുന്നു സ്വർഗം എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മയോട് ഒപ്പം നിൽക്കുക,
ബാപ്പയോടൊപ്പം നിൽക്കുക. ബാപ്പയേക്കാൾ കടപ്പാട് ഉമ്മയോടാണ്. അതുകൊണ്ടാണ് ഉമ്മയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ ജീവിച്ചെങ്കിലേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഹദീസുകൾ മനസ്സിലാക്കാം, ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരാൾ നബിയുടെ വന്നുകൊണ്ട് നബിയെ ഞാൻ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുന്നു, സമ്മതം ചോദിക്കാൻ. നബി ചോദിച്ചു, നിനക്ക് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അതെ. അപ്പൊ നബി പറഞ്ഞു, ഫൽസം ഹാ, നീ ഉമ്മയോടൊപ്പം ചേരുക, യുദ്ധത്തിന് പോകണ്ട. പ്രായം ചെന്ന ഉമ്മയാണെങ്കിൽ, ബാപ്പയമ്മയും ജീവിച്ചിരിക്കുന്നവരാരും യുദ്ധത്തിന് പോകണ്ടെന്നല്ല. ഉമ്മക്കും ബാപ്പക്കും നമ്മുടെ പരിലാളന ആവശ്യമാണെങ്കിൽ യുദ്ധത്തെക്കാൾ വലിയ ജിഹാദ് ഉമ്മയോടൊപ്പം നിൽക്കലാണ്. നീ ഉമ്മയോടൊപ്പം നിൽക്കുക. ഫഇന്നൽ ജന്ന തഹ്ത റിജ്ലൈഹാ. ഇവിടെ തഹ്ത അടിയിലുള്ള അഖ്ദാം എന്ന സാധാരണ പറയാറുള്ളത്. ആ ഒരു പദപ്രയോഗം ഇല്ലാന്നേ ഉള്ളൂ, ആശയം അത് തന്നെ. ഉമ്മയുടെ കാൽപാദങ്ങൾക്ക് ചുവട്ടിലാണ്. വേറെ ചില റിപ്പോർട്ടിൽ കാൽപാദങ്ങൾക്ക് അടുത്താകുന്നു സ്വർഗം, അതുകൊണ്ട് നീ ഉമ്മന്റെ കാലിനടുക്കൽ നിന്നോ, യുദ്ധത്തിന് പോകണ്ട. നബി കൊടുത്ത ഉപദേശമാണ്. അതുപോലെ 3 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് വിശദീകരിച്ചത് കാണാം. ആ 3 ഒന്ന്, അള്ളാഹുവിന് നന്ദി കാണിക്കണം. അതിനോട് ചേർത്ത് സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞ എന്താ? മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാത്തവന്റെ അള്ളാഹുവിനോടുള്ള നന്ദി സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണ്. അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കളോടും നന്ദിയുള്ള മക്കളായി ജീവിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആ കാര്യം സ്വീകരിക്കപ്പെടുകയില്ല. സ്വർഗം തടയപ്പെടുമെന്ന് പറയുന്ന പോലെ തന്നെ നരകത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ്. ഇത് സാധാരണ നമ്മൾ റമദാനിൽ കേൾക്കുന്ന കാര്യമാണ്. മെമ്പറിലേക്ക് കയറുമ്പോ ജിബ്രീൽ ആമീൻ പറഞ്ഞു, നബിയോട് ആമീൻ പറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു, നബിയോട് ആമീൻ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിൽ ഒരു കാര്യം എന്താ? ഈ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള പ്രാർത്ഥന എത്രയോ നമ്മൾ കേട്ടുപോയതാണ്. അതിൽ പറയണത്, ഒന്ന്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുകയും എന്നിട്ട് അവർക്ക് പുണ്യം ചെയ്യാതിരിക്കുകയും ഫമാതബദഖലന്നാറ, അങ്ങനെ മരിച്ചുപോയി നരകത്തിലെത്തുകയും ചെയ്തവൻ. അങ്ങനെ പോകട്ടെ, നരകത്തിലെത്തട്ടെ എന്നാണ്. എന്താ കാര്യം? മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും അവർക്ക് നമ്മുടെ പരിലാളന ആവശ്യമായിട്ടും അത് ചെയ്തു കൊടുക്കാത്തവന് നരകത്തിലാകാൻ വേണ്ടി ജിബ്രീൽ പ്രാർത്ഥിച്ചു, നബി ആമീൻ പറഞ്ഞു. അപ്പൊ സ്വർഗമില്ല, നരകമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഗുരുതരമായ കാര്യമാണ് ഇതെന്നത് പോലെ തന്നെ മാതാപിതാക്കളോട് ജീവിച്ചിരിക്കുമ്പോഴും അവർ മരിച്ചതിന് ശേഷവും അവർക്ക് വേണ്ടി, അതൊക്കെ വേറെ ഹദീസുകളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും പ്രവർത്തിക്കലും അവർക്ക് വേണ്ടി സദഖ ചെയ്യലും അതുപോലെ തന്നെ വഖഫ് ചെയ്യലും, ഇതൊക്കെ മരണശേഷവും തുടരുന്ന കാര്യങ്ങളാണ്. രണ്ടും നന്മ ചെയ്യൽ എത്ര കണ്ട് ശ്രേഷ്ഠമാണോ അതിനേക്കാൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് അവർക്കെതിരായ കാര്യങ്ങൾ, വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ മൗനത്തിലോ ഇങ്ങനെ ഒന്നും ഒരു ഉപദ്രവവും നമ്മളിൽ നിന്ന് അവർക്കുണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളായി യഥാർത്ഥ മക്കളായി വളരുവാനും അവർക്ക് ചെയ്തു കൊടുത്ത നിഅമത്തിന്റെ ഫലമായി നമുക്കവർ ചെയ്തെന്ന ബിർറ് തിരിച്ചങ്ങോട്ട് പ്രത്യുപകാരമായി തിരിച്ചു കൊടുത്ത് ആ കടം വീട്ടുന്ന, അങ്ങനെ പരലോകത്ത് അവരോടൊപ്പം സ്വർഗത്തിൽ കുടുംബമായി ബാപ്പയെയും ഉമ്മയെയും മക്കളെയും ഒക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമെന്നാണ് ഖുർആനിൽ പറഞ്ഞത്.